ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ഥലം നിൽക്കുന്നത് കേരളത്തിലാണ്, വയനാട്ടിലാണ്, പുൽപ്പള്ളിയിലാണ്. ആ പുൽപ്പള്ളിയിൽ ഒരു ചന്ദനത്തോപ്പ്, അതോടൊപ്പം ഗുഹയടക്കമുള്ള ഒരു റിസോർട്ട്, അങ്ങനെ ഒരു വലിയ പദ്ധതിയുമായിട്ട് രംഗപ്രവേശം ചെയ്ത നിഷാദ് അബൂബക്കർ എന്ന അദ്ദേഹം വിജയക്കുറി താട്ടിക്കൊണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് ആദ്യത്തെ റിസോർട്ടിൻ്റെ. ആ സന്ദർഭത്തിലാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ളത് 2 ഗസ്റ്റുകളാണ്. ഒന്ന് മുജീബ് റഹ്മാൻ, ഒരു സിനിമാ നിർമ്മാതാവാണ്. അതേപോലെ അൻവർ മെത്തർ, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, പൊതുപ്രവർത്തകൻ, മനുഷ്യാവകാശ പ്രവർത്തകനാണ്. ഇപ്പോൾ ശ്രീ നിഷാദ് അബൂബക്കറിനെ മായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഞങ്ങൾ 3 പേരും അദ്ദേഹത്തോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. സംശയങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകുന്ന സംശയങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ചോദിക്കാം, ഈ പദ്ധതിയുമായിട്ട് താങ്കൾ രംഗപ്രവേശം ചെയ്ത് ധാരാളം കഷ്ടപ്പാടുകളും വിഷമങ്ങളൊക്കെ സഹിച്ച് അവസാനം ഇന്ന് ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റ് കേരളത്തിൽ കൊണ്ടുവന്നത് വിജയിപ്പിക്കാന്ന് വെച്ചാൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല. അതും ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം വാങ്ങാനും അതോടൊപ്പം തന്നെ ഈ ആളുകൾ പായിക്കുന്ന സാൻഡൽവുഡ് കൾട്ടിവേഷൻ അത് ചെയ്യാനും അതോടൊപ്പം തന്നെ അതിൽ ഇത്തരത്തിലുള്ളൊരു കേവ് റിസോർട്ട് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ചിലരൊന്നല്ല. ഈ പ്രൊജക്റ്റ് തുടങ്ങി 8 മാസത്തോളമായിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് 4ാമത്തെ ഉദ്ഘാടനമാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത്. ഇപ്പം സാർ കണ്ടിട്ടുണ്ടാവും, ഏകദേശം 41 എണ്ണാണ് നമ്മളെ ഡിസംബർ 31 വേണ്ടി ഉദ്ഘാടനത്തിന് വേണ്ടി റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് ജനുവരി 31 കൂടി വാടകയ്ക്ക് റെൻ്റ് ഔട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഈ സമയത്ത് എല്ലാവരോടും നന്ദിയാണ് പറയാനുള്ളത്. കാരണം ഒരുപാട് ഓൺലൈൻ മീഡിയ ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാതൃഭൂമി പത്രം, മാധ്യമം, കേരള കൗമുദി, ദീപിക, ഇവരൊക്കെ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തവരാണ് എന്തായാലും. അതോടൊപ്പം തന്നെ കൈരളി TV, 24 ന്യൂസ്, ഇവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളുകൾ തന്നെയാണ്. അതായത് ഇങ്ങനെയൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് കൊണ്ടുവരാൻ നിശ്ചയിച്ചപ്പോൾ താങ്കൾ ഇത് വിജയിക്കുമെന്ന് ആദ്യമേ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. പക്ഷെ ഇവിടെ വന്നപ്പോൾ താങ്കൾക്ക് ധാരാളം പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നില്ലേ? അതായത് ഓൾറെഡി സാറിന് അറിയാലോ, 25 വർഷം കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പം ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ പഠിച്ചൊരു പാഠമാണ് ബിസിനസ് ലൈക്ക് ആസ് എ ബോക്സിംഗ് എന്ന് പറയാം, ആസ് എ ഗെയിം അല്ലേ. ഇതൊരു ഗെയിമാണ്, അതോടൊപ്പം ഇതൊരു ബോക്സിങ് പോലെയാണ്, കിട്ടുകയും ചെയ്യും. അതായത് ഇടത്തേക്ക് ഇവിടെ തടുക്കുകയും വേണം, വലത്തേക്കൊണ്ട് കൊടുക്കുകയും വേണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ പ്രതിസന്ധികൾ വന്നപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തളർന്നില്ല. അപ്പം അതിൽ നമ്മളെ ഭാഗം ജനുവിനായതിൻ്റെ പേരിൽ തന്നെ നമ്മൾ തളരാതെ തന്നെ പിടിച്ചു നിന്നു. അപ്പം അതിൻ്റെ ഒരു വിജയക്കൊടി പാറിക്കുന്ന ദിവസം കൂടിയിട്ടാണ് ഇന്ന്. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രൊജക്റ്റിനെ സംശയദൃഷ്ടിയോടെ കണ്ടിരുന്ന ഒരാൾ ഇന്ന് ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ സാറിന് ഉദ്ദേശിച്ച് വളരെ സന്തോഷമുണ്ട്. അതായത് ഞാൻ ഇവിടെ വരുമ്പോൾ ആദ്യം ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ ആട്, മാട്, തേക്ക്, മാഞ്ചിയം, അതാണ് കേരളം. കാരണം അതിൽ പെട്ട് ധാരാളം വഞ്ചിക്കപ്പെട്ട സമയത്ത് ഒരു ചന്ദന പ്രോജക്റ്റുമായി വന്ന് ആളുകളെ പറ്റിക്കാൻ വന്ന ഒരാളാണ് എന്ന് താങ്കൾ എന്നുള്ള ധാരണ തന്നെയാണ് ഞാൻ നീങ്ങിയത്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു കാര്യം കേട്ടിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ആളല്ല. പഠിച്ച് കൃത്യമായി ഇറങ്ങി അതിൻ്റെ അടിത്തട്ട് വരെ പോയി മനസ്സിലാക്കിയിട്ടാണ് അതിനെ എതിർക്കാറുള്ളത്. അപ്പം അങ്ങനെയാണ് താങ്കളിലേക്ക് എത്തിപ്പെടുന്നതും. ഈ പ്രോജക്റ്റ് സാധാരണ പ്രോജക്റ്റ് അല്ലാന്നും 18,000 കോടീശ്വരം അല്ലേ, 28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല താങ്കൾ വെറും ഇവിടെ വന്നിട്ട് ഒരു പ്രോജക്റ്റ് തുടങ്ങുകയല്ല ചെയ്യുന്നത്, അടിസ്ഥാനപരമായി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായി പറയാൻ മതി. ഇപ്പോൾ പ്രേക്ഷകർക്ക് വളരെ സന്തോഷമായിരിക്കും, കാരണം താങ്കൾ വിജയിക്കുന്ന സമയത്ത് എന്താണ് താങ്കളുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്? ഓക്കെ, അപ്പം ഇവിടെ 1400 ഏക്കറിൽ അത് 5 സെന്റ് ലാൻഡാക്കി തിരിച്ചിട്ട് അതിൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് പക്ക റിയൽ എസ്റ്റേറ്റ് ആണ്, ഭൂമി അവർക്ക് വിറ്റുകൊണ്ട് അതിലൂടെ അവർക്ക് സമ്പന്നനാകാനുള്ള ഒരവസരമാണ് കൊടുത്തത്. പിന്നെ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ഒരു വലിയ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരികയാണ്. അവിടെ ഒരുപാട് കർഷകർ വന്നിട്ടുണ്ട്. ഇവർക്കൊക്കെ പറയാനുള്ളത് വേദനാജനകമുള്ള കുറേ കാര്യങ്ങളാണ്. കാരണം കൃഷിയിലൊന്നും കിട്ടുന്നില്ല, കൃഷി രക്ഷയില്ല. കുറേ വയസ്സായ ആളുകൾ, ചെറുപ്പക്കാർ ഇതിലേക്ക് വരുന്നേ ഇല്ല. കാരണം എന്താ, ചെറുപ്പക്കാരൊക്കെ സംബന്ധിച്ച് ഇവിടെ കൃഷി എന്നുള്ളത് അവർക്ക് ഒരിക്കലും
ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. കപ്പിച്ചുണ്ടാക്കാനായിട്ട് കൃഷി എന്ന രീതിയിൽ മാറിക്കഴിഞ്ഞു. പക്ഷെ അവിടെയാണ് ഞങ്ങളിവിടെ വന്ന് ഇപ്പം ഇന്ന് ഏകദേശം ഞങ്ങളൊരു സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഒരു സംഘടന രൂപീകരിച്ചു. ആ സൊസൈറ്റിയിൽ ഇന്ന് 1000-ന് മേലെ മെമ്പേഴ്സ് ഉണ്ട്. അപ്പം ഇതിൽ ഇപ്പോൾ ഇതിനെ പറ്റി പറയുമ്പോൾ പദ്ധതി ഒരുപാട് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. ഒരുപാട് മുന്നോട്ടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പിന്നോട്ടേക്കില്ല. കാരണം ഇന്ന് ഈ ഒരു സാൻഡൽവുഡ് റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം കൂടി ഇന്ന് 4 മണിക്ക് സാറിന് അറിയാലോ, പറഞ്ഞിരുന്നല്ലോ. ആ റിസർച്ച് സെന്റർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മറ്റുള്ള കർഷകർക്ക് കൂടി ഇത് എങ്ങനെ ചെയ്യാന്നുള്ള ഒരു വഴി ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തെറ്റായിട്ട് ഇതിനെ കണ്ടവർക്കൊക്കെ ഇതെങ്ങനെ എന്ന രീതിയിൽ ചോദ്യം മാറിക്കഴിഞ്ഞു. ആദ്യം ഇതൊന്നും നടക്കില്ല, വയനാടിനെ പറ്റിക്കാൻ വേണ്ടി വന്ന ആളുകളാണ് എന്ന് പറഞ്ഞിരുന്നവര് ഇതെങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാം എന്ന രീതിയിൽ അവരെ ചോദ്യത്തെ മാറ്റാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ആയിരിക്കും ഇതെന്ന് തോന്നുന്നു. ഈ ചന്ദന കൃഷിയുമായി ബന്ധപ്പെട്ട് താങ്കൾ ചന്ദനയെ കൃഷി മാത്രമല്ല അതിൻ്റെ കൂടെ റിസോർട്ടും കൊണ്ടുപോകുന്നു. റിസോർട്ട് മാത്രമല്ല അതിൽ ആയുർവേദവുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയും പ്ലാൻ ചെയ്തു. അതോടൊപ്പം കുടുംബത്തിന് സ്വസ്ഥമായ കുടുംബം, സുഖകരമായ ദാമ്പത്യം എന്നുള്ള കോൺസെപ്റ്റും കൂടെ താങ്കൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി. ഇതിനെക്കുറിച്ച് ഒന്നൊക്കെ വിശദീകരിക്കാം. ഓക്കെ. അതായത് നമ്മളെപ്പോഴും പല ബിസിനസ്സുകാരും ചിന്തിക്കാത്തൊരു കാര്യമാണ്, നമ്മുടെ ഒരു ബിസിനസ് ഇവിടെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് വേണ്ടത് എന്താണ്, കസ്റ്റമർ പെയിൻ പോയിന്റ് എന്താണ്, അത് കണ്ടുപിടിച്ചിട്ട് അവരെ പെയിൻ മാറ്റാനുള്ള എന്തെങ്കിലും സാധനം കൊടുത്താൽ ഇവിടെ വിജയിക്കും. ആ ബിസിനസ് സക്സസ് ആവും ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നോക്കിയത് ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും വലിയൊരു ഇല്ലാത്തൊരു സാധനമാണ് പൈസ ഇരട്ടിപ്പിക്കാൻ. ഇപ്പോൾ ഇവിടുത്തെ സമൂഹത്തിന്റെ മെയിൻ പ്രോബ്ലം 3 കാര്യങ്ങളാണ്. ഒന്ന്, ഹൗ ടു മേക്ക് മോർ മണി, എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കുമെന്ന് അറിയില്ല. രണ്ടാമത്തെ കാര്യമാണ് ഹൗ ടു മാനേജ് മണി, വന്ന പൈസയെ മാനേജ് ചെയ്യാൻ അറിയില്ല. 3, ഹൗ ടു മൾട്ടിപ്ലൈ മണി, വന്ന പൈസ ഇരട്ടിപ്പിക്കാനും അറിയില്ല. പക്ഷെ ഈ ഇരട്ടിപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട്. സാറ് നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ അതിൽ പെടും, സ്കാമുകൾ. അപ്പൊ ഇവരൊക്കെ എന്താണ്, നിങ്ങളുടെ പൈസ ഇപ്പം ഇരട്ടിപ്പിച്ചു തരാം, 1 വെച്ചാൽ 10 ആവും, 10 വെച്ചാൽ 100 ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങളുടെ മുഖമുദ്ര എന്താണെന്നറിയോ, 1 വെച്ചാൽ 10 ആവും എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ പാടില്ല. കാരണം 1 വെച്ചാൽ 10 കിട്ടും എന്ന് പറയുമ്പോൾ 10ലേക്കല്ല നോക്കേണ്ടത്, 1 സേഫ് ആണോ നോക്കണം. ഈ 1 സേഫ് ആക്കിയിട്ട് മതി 10. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവിടെയാണ് ഇവിടെ ഇന്ന് സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഹൈ റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് റിയൽ എസ്റ്റേറ്റ്. അപ്പൊ ആ റിയൽ എസ്റ്റേറ്റും അതോടൊപ്പം തന്നെ അഗ്രികൾച്ചറും, ഈ അഗ്രികൾച്ചറും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് അതിന്റെ കൂടെ ടൂറിസത്തും കൂടെ ആഡ് ചെയ്തു. അപ്പൊ ഞങ്ങളുടെ ടാഗ് ലൈൻ ഇതാണ്, ആക്സലറേറ്റിംഗ് കൾട്ടിവേഷൻ ആൻഡ് ടൂറിസം വിത്ത് ടെക്നോളജി. താങ്കൾ ഈ ഹോട്ടൽ ബിസിനസ് രംഗത്തേക്ക് കടന്നപ്പം താങ്കൾ അന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ആദ്യം ഫുഡിന്റെ കൂടെ ഒരു ഇതും കൂടെ ആഡ് ചെയ്തു. അതെ, അങ്ങനെ അട്രാക്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൂട്ടി താങ്കൾ ആ ബിസിനസ് കൂട്ടി എന്ന് പറയുന്നത്. ഇതേപോലെ ഇവിടെ വന്നപ്പോൾ ആദ്യം താങ്കൾ ചന്ദനത്തോപ്പ് മാത്രമായി വന്നു, പിന്നെ റിസോർട്ടായി, പിന്നെ ആയുർവേദ ചികിത്സയായി. ഇതെങ്ങനെയാണ് താങ്കൾ പ്ലാൻ? സാറ് ചോദിച്ചത് നല്ല ചോദ്യമാണ്. അതേ ടെക്നിക്ക് തന്നെയാണ്. വെയിറ്റർ ആയിട്ട് എന്തോ ആ ചിന്തയിൽ വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ അതില് സാൻഡൽവുഡ് പ്ലാൻ ചെയ്തപ്പോൾ മനസ്സിലായത് ഇത് വെൽത്തിലേക്ക് ആളുകൾക്ക് 15 കൊല്ലം കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ പിന്നീടാണ് മനസ്സിലാവുന്നത് ഇന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും ഔഷധ ഗുണമുള്ള സസ്യമാണ് ചന്ദനം. അപ്പൊ ഇതിന്റെ അകത്ത് താമസിച്ചാൽ, ഒരു ദിവസം താമസിച്ചാൽ പോലും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരുപാട് വ്യതിയാനങ്ങളുണ്ട്. അപ്പൊ ചിന്തിച്ചത് എന്തുകൊണ്ട് ഇത് ആളുകളെ കൊണ്ട് താമസിച്ചുകൂടാ? മറ്റേത് ചന്ദനക്കാടായിട്ടല്ല മാറണം. അപ്പൊ എന്തുകൊണ്ട് ചന്ദനക്കാട്ടിൽ ഗുഹ ഉണ്ടായിക്കൂടാ? അപ്പൊ ചിന്തിച്ച് മറ്റൊരു കാര്യം കിട്ടിയത്, ഒന്ന് നോക്കിയപ്പോ കഴിഞ്ഞ 30 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ എണ്ണം ക്രമാതീതമായി കൂടി അല്ലെ? 30 കൊല്ലം മുമ്പുള്ള കേരളം അല്ല ഇന്ന് ഒരുപാട് ഹോസ്പിറ്റലിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സാറിന് പറയാൻ പറ്റും? എന്തുകൊണ്ടാണ് ഇത്ര ഹോസ്പിറ്റൽ എണ്ണം കൂടിയത്? പ്രധാനമായിട്ട് രോഗികൾ കൂടുന്നു. രോഗികൾ കൂടി. എന്തുകൊണ്ട് രോഗികൾ കൂടി? രോഗികൾ കൂടാൻ പല കാരണങ്ങളുണ്ട്. അതില് മെയിൻലി പറയണ കാര്യം, മനുഷ്യൻ പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിതമാണ്. പഠിച്ചിട്ടില്ല സ്കൂളിൽ അല്ലെ? ഓർമ്മയുണ്ടോ അത്? മനുഷ്യൻ പഞ്ചമഹാഭൂതം. സാറിന് ഓർമ്മയുണ്ട് എന്തൊക്കെ പഞ്ചമഹാഭൂതം? വായു, ജലം, വെള്ളം, പിന്നെ ഭൂമി, ആകാശം, ഭൂമി. ശുദ്ധ. അപ്പൊ ഇതില് ഈ 5 കാര്യങ്ങളും മനുഷ്യന് മസ്റ്റ് ആയിട്ട് വേണം. ചോദ്യം, ഭൂമിയിൽ സ്പർശിച്ചിട്ട് എത്ര നാളായി സാർ?
ഇപ്പോ ചെരുപ്പ് ഇട്ടിട്ട് മാത്രമേ നടക്കുള്ളൂ, മണ്ണിൽ നടക്കാറില്ല. പുറത്തു പോകാൻ വേറെ ചെരുപ്പ്, അകത്ത് കയറാൻ വേറെ ചെരുപ്പ്, ബാത്റൂമിലേക്ക് വേറെ ചെരുപ്പ്, കിച്ചണിലേക്ക് വേറെ, അല്ലെ? പലതരത്തിലുള്ള ചെരുപ്പുകൾ വന്നിട്ട് എന്തായി, നമ്മൾ പ്രകൃതി ഭൂമിയുമായിട്ട് നമ്മൾ ഡിസ്കണക്ട് ആയി. അപ്പൊ അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന മാഗ്നറ്റിക് പവർ ഉണ്ട്, രോഗപ്രതിരോധ ശേഷി, ഇത് നമ്മൾക്കില്ല. ഹോസ്പിറ്റലുകാർ ഇതാണ് ഏറ്റവും വലിയ ആയുധം. 2, നമ്മൾ ഹോസ്പിറ്റലിൽ അസുഖമായിട്ട് ചെല്ലുമ്പോൾ ആദ്യം ഡോക്ടർ ചോദിക്കുക എന്താണെന്നറിയോ? വെള്ളം കുടിക്കാറില്ല. എല്ലാം പറയും വെള്ളം കുടിക്കാൻ പറയും. അതിന്റെ കാരണം എന്താ? നമുക്ക് ഈ ജലം 35% to 45% നമുക്ക് ജലം, അതായത് ഒരു ശരാശരി മനുഷ്യന് നമുക്ക് വേണ്ടത് അല്ലെ 3 മുതൽ 4 ലിറ്റർ വെള്ളം കുടിക്കണം. സാറ് കുടിക്കാറുണ്ടോ? ഇല്ല, നമ്മൾ കുടിക്കാറില്ല. അപ്പൊ അതും നമ്മളിത് പോയി. പിന്നെ ഒന്നാണ് വിറ്റാമിൻ ഡി, ആകാശത്ത് കിട്ടുന്ന. ഈ വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്കറിയാം, കോവളത്ത് പോയിട്ടില്ലേ അല്ലേ? ഈ കോവളത്ത് വിദേശീയർ വന്നവിടെ കിടക്കുന്നുണ്ട് സാറേ. എങ്ങനെയാണ്? കണ്ടിട്ടുണ്ടല്ലോ ഈ ബിക്കിനിക്ക് ഇട്ട് കിടക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടി അവര് ഇവിടെ വരുന്നു ചോദിച്ചാൽ അവർക്ക് വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ടാ അല്ലെ വിദേശീയര് കോവളത്ത് വരുന്നത്. സാറ് കോവളത്ത് പോയിട്ടില്ലേ? സാറ് പോയത് എന്തിനാ? സെയിം ഇത് തന്നെ, വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല അല്ലേ? അല്ല, അവിടെ വെയിൽ കൊള്ളാനും അതേപോലെ ഉല്ലസിക്കാനും വേണ്ടിയിട്ടാണല്ലോ പോണത്. അല്ലെ, വെയിൽ നമുക്ക് ഇവിടെ കൊണ്ടുപോകാം, റിലാക്സ്, നമ്മൾ അവിടെ പോയി ഓട്ടോമാറ്റിക് കിട്ടല്ലോ. അതെ. അപ്പൊ നമ്മൾ പോണത്, ഞാൻ പോയിട്ടുണ്ട് കോളേജിൽ നിന്ന്, ഞാൻ വിറ്റാമിൻ ഡിക്ക് വേണ്ടിയിട്ടല്ല പോയിട്ടുള്ളത്, ഞാൻ ഇവരെ കാണാൻ വേണ്ടി പോയിട്ടുള്ളായിരുന്നു അല്ലെ? അപ്പോ നമ്മൾ ഞാൻ പോയിട്ടുള്ള അതിന് വേണ്ടിയിട്ടില്ല, വെയിൽ കിട്ടും. അല്ല, വെയിലോട് എറണാകുളത്ത് കിട്ടാനില്ലല്ലോ. അല്ല, അത് പറയുമ്പോ ഇങ്ങനെ പറഞ്ഞാലും എന്തായാലും അവിടെ കാണാൻ പോകുന്നത് അവിടെ പ്രത്യേക കാഴ്ച കാണാൻ തന്നെ. അതെ, അത് ഓപ്പണായി പറഞ്ഞല്ലേ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അന്ന് കാണാത്തത് കാണാം, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അന്ന് നമ്മൾ, അപ്പൊ ഇവർക്കറിയാം വിറ്റാമിൻ ഡി കിട്ടണമെങ്കിൽ ഇവിടെ വരണം. അപ്പൊ ഇതൊന്നും നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഇത് ഒരു ശരാശരി മനുഷ്യന്റെ ശരീരത്തിൽ ഇത്ര % വരണമെന്നുണ്ട്, ഇതില്ല ഓൾറെഡി. പിന്നെ പണ്ടൊക്കെ കുളത്തിൽ കുളിക്കായിരുന്നു നമുക്ക്, ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും അല്ലെ? ഇപ്പൊ ഇന്ന് ആ കുളി എന്ന് പറയാൻ കുളവും ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ കുളിക്കാൻ പറ്റിയില്ല അല്ലെ? പ്രത്യേകിച്ച് ലേഡീസിന്. പണ്ടൊക്കെ നമുക്ക് പല സിനിമക്ക് വരുമ്പോ കാണായിരുന്നു മറ്റേ ഈ കുളിക്കുന്നൊക്കെ പറഞ്ഞ സംഭവം. ഇപ്പൊ അതുണ്ടാ അല്ലെ? കാരണം എന്താ? ഇപ്പൊ മൊബൈൽ ഫോൺ, മറ്റേ സൂമുള്ള ക്യാമറ ഒക്കെ വന്നപ്പോ എന്തായി? അതൊക്കെ പോയി. അപ്പോ അതും പോയി ഇവിടെ ഉള്ളു. പക്ഷെ അവിടെ സംഭവിച്ചെന്താ? ഒന്ന് നീന്തി കുളിക്കാനായിട്ട് ലേഡീസിന് പോലും പറ്റാത്തൊരവസ്ഥ. പക്ഷെ ഇപ്പൊ ഇവിടെ എന്താ കണ്ടപ്പോ എന്താ മനസ്സിലായത്? ഒന്ന്, ഇതിന്റെ റൂഫ് ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് ഗ്രാസ് വെച്ച് കവർ ചെയ്തേക്കാം. ഇതിന് ഗുണം എന്താണെന്നറിയാം, ഇവിടെ ഓക്സിജൻ ആഗിരണം ചെയ്തിട്ട് അതിനെ ഓൾറെഡി ഈ മഡ് പാക്ക് കണ്ടില്ലേ, ഇവിടെ കൊണ്ടുവന്ന് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ഓക്സിജൻ നമുക്ക് കിട്ടണം, ശുദ്ധമായ വായു. ഇത് നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് മാറ്റിയിട്ട് നമുക്ക് ശുദ്ധമായിട്ടുള്ള ആരോഗ്യം പ്രദാനം ചെയ്യേണ്ടത് ഒന്നാമത്തെ. ഇവിടെ കയറുമ്പോൾ ഇത്ര നേരമായിട്ട് ഫാൻ ഇട്ടിട്ടില്ല, തണുത്തിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട? നട്ടുച്ച സമയമല്ലേ അല്ലേ? അതോടൊപ്പം സ്വിമ്മിങ് പൂള്, പുറത്തൊന്നും ആരും കാണില്ല, സ്വസ്ഥമായിട്ട് നമുക്ക് കുളിക്കാം അല്ലേ? ഭാര്യയോടൊപ്പം കുളിച്ചൂടെ? ആരുടെ ഭാര്യ എന്ന് ചോദിക്കില്ല അല്ലേ? അപ്പൊ എന്താ, അത്രയും നമുക്ക് എന്തുണ്ട്, അത്രയും നമുക്കൊരു അല്ലെ പുറത്തുനിന്ന് കാണാത്ത രീതിയിൽ സേഫ് ആയിട്ട് ആ ഒരു കുളിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് വേറെ ഉണ്ട്. അപ്പൊ ഇവിടെ അത് കൂടാണ്ട് അവിടെ ആയുർവേദിക് സ്പാ, അരോമ തെറാപ്പി, ഗ്ലാമർ കൂട്ടാനായിട്ട്, അത് ഇവിടെ കേരളത്തിൽ എവിടെയില്ല അരോമ തെറാപ്പി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു കായകൽപ്പ ചികിത്സ പോലെ തന്നെ ഒരു 30 days ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിക്കാനുള്ള പച്ചക്കറി, ഫ്രൂട്ട്സ്, എഗ്ഗ്, ചിക്കൻ, അതും എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ അപ്പുറത്തൊരു 12 ഏക്കറിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്താ ഗുണം? നമ്മള് എന്നും വിഷമുള്ള പച്ചക്കറിയും മീനും കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഒരുപാട് പ്രോബ്ലംസ് നമുക്കുണ്ട്. അപ്പോൾ വർഷത്തില് 12 മാസത്തില് 1 മാസം ഇവിടെ താമസിക്കാം. അപ്പൊ 1 മാസം ഇവിടെ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? നമ്മള് ഇങ്ങനെ അല്ലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടുന്നുണ്ട്, ടെൻഷൻ ഫീ ഒന്ന് റിലീസായിട്ട് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഒരു 2 വയസ്സെങ്കിലും ബാക്കോട്ട് മാറിയിട്ട്. അതാണ് കായകൽപ്പ ചികിത്സ എന്ന് താങ്കൾ ഉദ്ദേശിച്ചത്. യെസ്. പക്ഷെ അവിടെ സാറെ കുഴപ്പമുണ്ട്, ഇവിടെ 20,000 രൂപ വാടക പെർ ഡേ, അതായത് മാസം 6 ലക്ഷം റുപ്യ. അവിടെയാണ് ഞങ്ങൾ മറ്റൊരു സാധനം കൊണ്ടുവന്നത്, വെൽത്തിനെ പിടിച്ചേക്കണം. അപ്പൊ ഇത് ഞങ്ങൾ പറഞ്ഞു വെച്ചാല്, ഇത് വാടകയ്ക്ക് താമസിക്കാനായിട്ട് വേണ്ടത് 6 ലക്ഷം റുപ്യ. നമ്മളിരിക്കുന്ന ഇതാണ് നമ്മളെ ഈ കേവ് റിസോർട്ട് എന്ന് പറയുന്നത്. അതെ. ഈ റിസോർട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതും അതിന്റെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പൊ ഇതിന്റെ പ്രത്യേകതകളാണ് താങ്കൾ പറയുന്നത്. അതായത് മഡ് കൊണ്ടാണ് ഉള്ളിലെല്ലാം ഉണ്ടാക്കിയത്, പുറമേയും മഡ് തന്നെയാണ്. പുറമെ മഡ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഗ്രാസ്, ഒറിജിനൽ ഗ്രാസ് അത് കിട്ടുന്നു. പ്ലസ് നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഉള്ളില്.
പിന്നെ ഒരു കപ്പിളിന് ഒരുമിച്ചതാവാനുള്ള വളരെ സന്തോഷത്തോടു കൂടി സമയം ചെലവഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതെ, പിന്നെ കുട്ടികൾക്ക് അപ്പുറത്തെ റൂമിലുണ്ട് ഒരു ഏറുമാടം ഇതിൽ കൂടെ തന്നെ കയറി കുട്ടികൾക്ക് താമസിക്കാനായിട്ട് വേറെ ഒരു ഇന്റർനാഷണൽ മോഡലിലാണ് താങ്കൾ ഇത് ഉണ്ടായി. എനിക്ക് തോന്നുന്നു ഇന്റർനാഷണൽ ആയിട്ടുള്ള ആളുകളെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് താങ്കളുടെ യൂറോപ്യൻ അറബ്സിനെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തേക്കണം. ഇത് എടുത്ത ആളുകൾക്ക് എനിക്ക് തോന്നുന്നതിന് അതിന് 60 ലക്ഷം രൂപയാണ് ഇതിന്റെ വില എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇല്ല, സ്റ്റാർട്ടിങ്ങിൽ 45 ലക്ഷം രൂപയ്ക്കാണ് വിറ്റിരുന്നത്. ഇപ്പോൾ അത് 95 എത്തിച്ചു. 95 ലക്ഷം രൂപ. കാരണം നമുക്ക് അത്ര എക്സ്പെൻസ് ഇപ്പൊ സാറ് കണ്ടില്ലേ, ഇതിന്റെ റോഡ് തന്നെ ഇപ്പോ ഏകദേശം ഇപ്പൊ ടാറിങ്ങിന് തന്നെ റോഡ് എല്ലാം കൂടെ 3.5 കോടി രൂപയായി. അങ്ങനെ 95 ലാക്സ് ഇൻവെസ്റ്റ് ചെയ്ത് എത്ര പേര് ഇപ്പം ഫില്ല് ചെയ്ത് കഴിഞ്ഞു? 87 പേർക്ക് ഇത് വിറ്റു. കംപ്ലീറ്റ് കഴിഞ്ഞു. 87. ഇനി എത്ര എണ്ണം വിൽക്കാനുണ്ട്? ഇനിയിപ്പോ ഇതിൽ ബാക്കിയുള്ളത് 3 എണ്ണമാണ്. ആ 3 എണ്ണം ഇപ്പൊ ഇന്ന് ഏകദേശം കംപ്ലീറ്റ് ആവും. കുറെ പേര് വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന്. കാരണം എനിക്ക് തോന്നുന്നു 100-300 പേര് പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഉള്ളത് 90 + 40 430. ഇതുപോലെയുള്ള 430 എണ്ണം 130 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ബാക്കി 35 എണ്ണം കൂടെ 40 എണ്ണം കൂടെ ബാലൻസ് ഉണ്ട്. അതായത് ഇതൊരു ഗ്രാൻഡ് സക്സസ് ആയി മാറിയിരിക്കുന്നു. അതായത് ഇത് എന്നാ തുടങ്ങിയിരുന്നത്? ഇത് ഞങ്ങൾ സ്ഥലം കയറി ചെയ്യണത് കഴിഞ്ഞ ഫെബ്രുവരി 6-ാം തീയതിയാണ് സ്ഥലം. അതിനുശേഷം പെർമിഷൻ കിട്ടി വന്നപ്പോൾ എനിക്ക് ഏപ്രിൽ മെയ്യോട് കൂടിയിട്ടാണ് തുടങ്ങിയത്. പക്ഷെ തുടങ്ങി ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ കാണേണ്ട ഏകദേശം 350ഓളം പേര് ഇവിടെ രാവും പകലിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്ര ഫാസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ 300 പേർക്ക് പെർമനന്റ് ആയിട്ട് ഇവിടെ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മറ്റുള്ള സൈറ്റിൽ കൂടെ 1000-600 പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം ഏകദേശം നിയറസ്റ്റ് 900 പേര് ഇപ്പം ഇന്ന് ഇവിടെ വയനാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പ്രോജക്റ്റ് ഒരു കൊല്ലം കൊണ്ട് തന്നെ പൂർത്തിയാക്കുന്ന ഒരവസ്ഥയിലാണ് താങ്കൾ എത്തിയിരിക്കുന്നത്. ഇതൊരു വലിയ പ്രോജക്റ്റായി മാറിയിരിക്കുകയെന്നാണ് താങ്കൾ ചിന്തിച്ചിരുന്നോ ഈ ഒരു കൊല്ലം കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് സംഭവം പൂർണ്ണമാവുന്നുള്ളത്? ഒരിക്കലുമില്ല. കാരണം ഒന്നാമത്തത് പുതിയ ഫീൽഡാണ്, അറിയില്ല അതിനെക്കുറിച്ച്. പക്ഷേ കസ്റ്റമർക്ക് ഇങ്ങനെ പെയിൻ ഉണ്ട്, എന്തുകൊണ്ട് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നി അങ്ങനെ ഇറങ്ങി തിരിച്ചപ്പോൾ ഓൾറെഡി പറഞ്ഞു ഇത് പൂർത്തിയാക്കാൻ 1.5 കൊല്ലം വേണം 2 കൊല്ലം വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾക്കിത് പെട്ടെന്ന് പൂർത്തിയാക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ ലേബറിനെ കൂട്ടണം. നിങ്ങൾ ലേബറിനെ കൂട്ടിക്കും, കുറച്ച് പൈസ അല്ലേ കൂടുള്ളൂ. ലേബറിനെ കൂട്ടിക്കഴിഞ്ഞാൽ റവന്യൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ മെമ്പേഴ്സ് ആൾക്കാരെണ്ണം കൂട്ടിയിട്ടാണ് ഇത് സ്പീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ആളുകൾക്കൊക്കെ അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. അതെ അപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തു. അതെ, ഓരോ 5 സെന്റ് ലാൻഡ് ഓരോരുത്തരുടെ പേര് ഇപ്പൊ രജിസ്റ്റർ ചെയ്തു. അപ്പൊ ഇവിടെ ഇത് പെട്ടെന്ന് വിറ്റ് പോകാൻ കാരണം മറ്റൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചു. ഇപ്പൊ സാറിന് ഒറ്റയ്ക്ക് 95 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഇത് എടുക്കാൻ ചില പെട്ടിന്ന് വരില്ല. അപ്പൊ ഞങ്ങൾ എന്താ പറയാ, നിങ്ങൾ 3 ആളുകൾ ഷെയർ ആയിക്കോ. ഓക്കെ, അപ്പൊ നിങ്ങൾ 3 ആളും കൂടെ ഷെയർ ചെയ്തിട്ട് ആ പൈസ ഈക്വൽ ചെയ്ത് എടുക്കുന്നു. നിങ്ങളുടെ 3 ആളുടെ പേരിൽ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തു തന്നു. ഓക്കെ, അപ്പൊ 3 ആൾക്കും ഈക്വൽ പവറായി. കിട്ടുന്ന റെന്റ് ഇത് എല്ലാം ഞങ്ങൾ നോക്കി നടത്തും. നിങ്ങൾ ഈ വഴിക്ക് വരണ്ട, CCTV ക്യാമറ ആക്സസ് തരും, നിങ്ങൾക്ക് എപ്പോഴും കാണുകയും ചെയ്യാം. വരണ്ടെന്നല്ല പറഞ്ഞത്, ഇവിടെ നടത്തിപ്പിന് വേണ്ടി വരണം എന്നില്ല. കിട്ടുന്ന റെന്റ് എത്രയാണോ അതാത് മാസം 5-ാം തീയതിക്കുള്ളതായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ 3 ആൾക്കും ഡിവൈഡ് ആയിട്ട് തരുകയും ചെയ്യും. അതിപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതനുസരിച്ചിട്ടായിരിക്കും റേഷ്യോ വരുന്നത്. അപ്പോൾ എന്താ ഗുണം കിട്ടിയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് 1 കോടി രൂപ മുടക്കിയിട്ട് ഒരു വീടോ ഫ്ലാറ്റോ വാങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം 25,000-30,000 രൂപ കിട്ടുള്ളൂ. ഇവിടെ 30 ദിവസം വാടകയ്ക്ക് പോയി കഴിഞ്ഞാൽ 6 ലക്ഷം രൂപയാണ്. ഇതിൽ നിന്ന് 20% കമ്പനി റണ്ണിങ് എക്സ്പെൻസ് എടുക്കുകയും ചെയ്യും. മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് എല്ലാ എക്സ്പെൻസും പോലും ഒരു 3 ലക്ഷം രൂപ ആവറേജ് 30 ഡേയ്സ് വാടകയ്ക്ക് പോയാൽ കിട്ടും. വേണ്ട, ഒരു 50 ഡേയ്സ് പോയാൽ പോലും ഒരു 1.5 ലക്ഷം 2 ലക്ഷം രൂപ നിങ്ങളെ കയ്യിൽ കിട്ടുകയും ചെയ്യും. അതായത് 95 ലക്ഷം മുടക്കിയാൽ 6 ലക്ഷം വരെ, അല്ലെങ്കിൽ അതിൻ്റെ ഇത് കഴിഞ്ഞാൽ 5 ലക്ഷം വരെ ആവറേജ് മാസത്തിൽ കിട്ടുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് താങ്കൾ കൊണ്ടുവന്നത്. അത് ഗ്രാൻഡ് സക്സസ് ആയി മാറിയിരിക്കുന്നു. ഇന്ന് അതിൻ്റെ ഫസ്റ്റ് റിസോർട്ടിന്റെ 4ാമത്തെ ഉദ്ഘാടനമാണ് നടക്കാൻ പോണത്. നേരത്തെ 3 ഉദ്ഘാടനം കഴിഞ്ഞു. എന്നൊരു ഫിലിം സ്റ്റാർ ആണ് വരുന്നത് തോന്നുന്നു. ഇന്ന് വരുന്നത് പ്രേഗാമാട്ടിനാണ്. അതിനു മുമ്പ് നമ്മുടെ അൻസിബ ഹസൻ, പിന്നെ സരയു, പിന്നെ ഗായത്രി സുരേഷ്, അങ്ങനെ 3 ആൾ വന്നിരുന്നു. ഇപ്പൊ 4ാമത്തെയാണ്. അതായത് ആട് തെക്ക് മാഞ്ചി എന്നൊക്കെ പറയുന്ന വലിയ തട്ടിപ്പിന്റെ ഇടയിൽ ജനങ്ങളുടെ മനസ്സിൽ തട്ടിപ്പ് മാത്രം ഇങ്ങനെ ഒരു പദ്ധതി അനൗൺസ് ചെയ്യുമ്പോഴേക്ക് വേറെ തട്ടിപ്പുമായി വന്നിരിക്കുകയാണ്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ഒരു സമയത്ത് അതിനിടയിൽ കൂടെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ഈ പ്രശ്നങ്ങളെല്ലാം നേരിട്ട്, കാരണം ആളുകളെ വിശ്വാസം ഉണ്ടാക്കി കൊണ്ടുവരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. അതെങ്ങനെ നേടി വിശ്വാസം? വിശ്വാസം നേടിയത് ആളുകൾ എന്തും പറഞ്ഞോട്ടെ. അതിൽ ഏറ്റവും കൂടുതൽ പ്രചോദനമായത് നമ്മുടെ വാറൻ ബഫറ്റ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയിട്ടുള്ള സമ്പന്നനാണ്. അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, സമ്പന്നർ വീണ്ടും സമ്പന്നരായിക്കൊണ്ടിരിക്കും,
ദരിദ്രൻ വീണ്ടും ദരിദ്രൻ. കാരണം ദരിദ്രൻ എന്ത് കേട്ടാലും തട്ടിപ്പാണെന്ന് പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ പറയുന്നവരൊക്കെ ആകെ ഗണത്തിൽപ്പെടുത്തി. വാങ്ങിക്കുന്നവർ സമ്പന്നമായിക്കോട്ടെ. അപ്പൊ ആകെ 140-130 ഉള്ളൂ. പറയുന്നവര് പറഞ്ഞോട്ട് ഇത് എല്ലാവരും കൊടുക്കാനില്ല. ആകെ 130 സാധനമേ ഉള്ളൂ. അപ്പൊ ഇവിടെ കേരളത്തിലത്തെ പോപ്പുലേഷൻ എടുത്തപ്പോ അവര് 1% പേര് കൊടുക്കാനുള്ള സാധനം കയ്യിലില്ല. അപ്പൊ എന്തിനാ അവരെ വാക്ക് കേൾക്കണം? എനിക്ക് വേണ്ട റിയൽ ക്ലയൻസ് ഇവിടെ വേറെ ഉണ്ട്. മറ്റുള്ള പറയുന്നവർ പറഞ്ഞോട്ടെ, അവരിനിയും പറയും, 10 കൊല്ലം ഇനിയും പറയും. വാങ്ങിയ ആൾക്കാരെ ഗുണം പറയും സാറേ. ജനുവരി തുടങ്ങി അവരെ വാടക കൊടുക്കുക. ജനുവരി മാസം തുടങ്ങിയിട്ട് അവരെ വാടക ഇന്ന് എന്റെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. ശരിക്കും ഒരു കൊല്ലം എന്ന് പറയുന്നിടത്ത്, ഒരു കൊല്ലം കൊണ്ട് ആരംഭിക്കുന്ന പറയുന്നിടത്ത് 8 മാസം കൊണ്ട് തന്നെ ആരംഭിച്ചു അല്ലേ? ആണ്. അതിനേക്കാളും വലിയ ഹൈലൈറ്റ് സാറേ, ഇപ്പൊ ചിലർ പറഞ്ഞു വെച്ചാൽ ഇവിടെ വന്ന് താമസിച്ചാലല്ലേ വാടക കിട്ടൂ ഞങ്ങൾക്ക്. ആ ചോദ്യം നിങ്ങളെ മനസ്സിലില്ലേ അല്ലേ? ഇവിടെ വന്ന് താമസിക്കണ്ടേ? അവിടെയാണ് ഞങ്ങൾ മറ്റൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചത്. ഇപ്പൊ എൻ്റെ കൂടെ 380ഓളം മാർക്കറ്റിംഗ് സ്റ്റാഫ് ഉണ്ട്. ഞങ്ങൾ ചെയ്തു വെച്ചാൽ 41 ഈ ജനുവരിയിൽ ഉദ്ഘാടനം പൂർത്തിയാവുന്നത്. അപ്പൊ ഈ 41 ജനുവരി ടു ഡിസംബർ 2026 ത്രൂ ഔട്ട് വാടകയ്ക്ക് പോയി കഴിഞ്ഞാൽ 365 × 41 എന്ന് പറയുമ്പോൾ 14,965 ഞങ്ങളുടെ കണക്ക് വരും. നിയറസ്റ്റ് 15,000 കുട്ടിക്കോ. ഈ 15,000 സ്റ്റേ അവിടെ വരണം. അപ്പൊ എന്താ, എല്ലാവർക്കും ഫുൾ വാടകയായി. അപ്പൊ ഞങ്ങൾ ചെയ്തത് ഈ 15,000 അക്കോമഡേഷൻ പാസ് പ്രിന്റ് ചെയ്തു. എന്നിട്ട് 2 കൊല്ലത്തേക്ക് അഡ്വാൻസ് ബുക്കിംഗ് എടുത്തു. നിങ്ങൾക്ക് 2 കൊല്ലത്തിൽ എപ്പോഴും വന്ന് താമസിച്ചാൽ മതി. പൈസ അതിൽ നിന്ന് എന്ത് ചെയ്തു, പൈസ ഇങ്ങോട്ട് വാങ്ങി. നിങ്ങൾ എപ്പോഴും വന്ന് താമസിക്കും. അപ്പൊ എന്ത് പറ്റി, ഇൻവെസ്റ്റേഴ്സിനൊക്കെ റെന്റ് ഗ്യാരണ്ടീഡ്. ഞാൻ അവർ താമസിച്ചോട്ടെ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എന്തായി, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് റെന്റ് അഷ്വേർഡായി. മറ്റേ പറഞ്ഞിരുന്നവരോ അവിടെ ഇരുന്ന് അല്ലെ, തട്ടിപ്പാണെന്നും പറഞ്ഞിരുന്നത് അവിടെ ഇരുന്ന്. അല്ല, ഇത് അതായത് സത്യസന്ധമായിട്ടുള്ള ഒരു പ്രോജക്റ്റ്, അതെ, കൃത്യമായിട്ടുള്ള പ്ലാനിങ്, കൃത്യമായിട്ടുള്ള പ്രവർത്തനം, ലക്ഷ്യബോധം പറഞ്ഞ സമയത്ത് പൂർത്തീകരിക്കുക, അതെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി നടന്നുകൊണ്ടല്ലേ ഇത് വിജയ് ഇങ്ങനെ സപ്പോർട്ട് കിട്ടാൻ കാരണം? സാറേ, എൻ്റെ കൂടെ നിൽക്കുന്ന എന്തിനും ഒന്നൊരു ടീമുണ്ട്. എൻ്റെ പവർ അതാ. ഞാൻ എന്ത് പറയുന്നു യെസ് സർ എന്ന് പറയുന്ന, കാരണം അവർക്ക് കൊടുത്ത് ഞാൻ ഒരിക്കലും എൻ്റെ കൂടെയുള്ള ഒരു ജോലിക്കാരെ കണ്ടിട്ടില്ല. അവരെ കൂടെ എന്തിനും ഞാൻ റെഡിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, രാവും പകലും കഷ്ടപ്പെടാനും എന്തിനും അവർ തയ്യാറാണ്. കാരണം അവർക്ക് അതിൻ്റെ ഇരട്ടി ഞാൻ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് എൻ്റെ കൂടെ മാർക്കറ്റിങ്ങിലുള്ളവരും. ഇത് വിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ വിൽക്കാൻ തയ്യാറായി. ഇതിലത്തെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെ കൊണ്ട് ഞാൻ വിൽപ്പിച്ചിട്ടുണ്ട്. അത് വേറെ. ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആകെ ടാസ്കുള്ള എന്താ, അവർക്ക് 360 പാസ് വിറ്റാൽ മതി. അവരെ വാടക ഗ്യാരണ്ടീഡ്. നമ്മൾ നിങ്ങൾ ചെയ്ത ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കൊടുക്കാന്ന് പറഞ്ഞു. ദാറ്റ്സ് ഓൾ. അപ്പൊ അവരിത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള, ഇങ്ങനെ പറയണം, നമ്മുടെ ചാണക്യ തന്ത്രത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. സമ്പന്നനാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് കഷ്ടപ്പെടണം, പക്ഷേ അത് വ്യത്യസ്തമാവണം. എങ്ങനെ? ഹാർഡ് വർക്ക് ചെയ്യണം, വ്യത്യസ്തമായി ചെയ്യണം. എല്ലാവരും ചെയ്യണ പോലെ ചെയ്യാൻ പാടില്ല. അതിൽ ബുദ്ധിയിൽ നമ്മൾ അറിവിന്റെ അളവ് കൂട്ടിയിട്ട് വേണം നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ. ഇറ്റ്സ് വെരി സിമ്പിൾ. അതായത് ഈ ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന ഒരു വേറൊരു ഭാഗം കൂടിയല്ലേ ഇതിലെ വാടകയോടൊപ്പം തന്നെ വേറെ സുരക്ഷിതമായി നിൽക്കുന്ന വേറൊരു സമ്പാദ്യം കൂടി ഉണ്ടല്ലോ, സാൻഡൽവുഡ്. അത് 15 വർഷം കൊണ്ട് അതിന്റെ വിലയും വേറെ സെപ്പറേറ്റ് കിട്ടില്ലേ? കിട്ടും. അത് 15 വർഷം കഴിഞ്ഞ് കിട്ടിയാലും വീണ്ടും 15 വർഷത്തേക്ക് വീണ്ടും റീപ്ലാൻ ചെയ്യാം. അതായത് ജീവിതകാലം മുഴുവനും കുടുംബത്തിന് ജീവിതകാലം മുഴുവൻ തുടർന്ന് അവരെ കുടുംബം തുടർച്ചയായിട്ടുള്ളതും ഉണ്ടാക്കുന്ന ഒരു അമൂല്യ നിധിയായിട്ടാണ് ഇത് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് നേരം. അതായത് 3 ഇൻകം എന്ന് കിട്ടണം. 1 റെന്റൽ ഇൻകം, 2 കൾട്ടിവേഷൻ ഇൻകം, അതായത് സാൻഡൽവുഡിന്റെ ഇൻകം. 3ാമത്തെ ഒരു സാധനം കൂടെ വരാനുണ്ട്. അതെന്താണ്? അതായത് കേരളം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം ടോട്ടൽ ഉള്ളത് 96 ലക്ഷം ഏക്കറാണ് കേരളത്തിന്റെ വിസ്തീർണം ഉള്ളത്. ഇനി കേരളത്തിൽ വിൽക്കാനായിട്ട് ആകെ 10 ലക്ഷം ഏക്കർ മാത്രമേ ഭൂമി ബാക്കിയുള്ളൂ. ജനസംഖ്യ കൂടുന്നുണ്ട്, പക്ഷെ ഭൂമി കൂടുന്നില്ല. ഈ ഓരോ 10 കൊല്ലം കൂടുമ്പോഴും ഭൂമിയുടെ വില ഡബിൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത് മാറിയിട്ടില്ല എന്ന് പറയണം. പക്ഷെ അടുത്ത 10 കൊല്ലം ഡബിൾ അല്ല. അതിന് റീസൺ ഇപ്പൊ ഏക്കറിനും സെന്റിനും വാങ്ങണത് 10 കൊല്ലം കഴിയുമ്പോൾ സ്ക്വയർ ഫീറ്റിലേക്ക് മാറുന്ന പറയണം. അപ്പൊ എന്താ ഗുണം? ബോംബെ മാതിരി. ഇപ്പൊ ബോംബെയില്, യുപിയില്, വേണ്ട കൊച്ചിയിൽ സ്ക്വയർ ഫീറ്റായി. ഇതും ഇവിടെ വരുമ്പോഴത്തെ അവസ്ഥ എന്താ? മാത്രമല്ല, ഇപ്പൊ തുരങ്കപാത വരുന്നുണ്ട്. ഈ തുരങ്കപാത കോഴിക്കോട് നിന്ന് ഇവിടെ കഴിഞ്ഞ് താമരശ്ശേരി കഴിയുമ്പോഴാണ് തുരങ്കപാത ആനക്കമ്പയില്. അവിടെ നിന്ന് വന്നിട്ട് ഇത് ഓടുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ നമ്മുടെ പ്ലോട്ടിൽ തന്നെ ഹൈവേയിലേക്കാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് അടുത്ത വർഷം തന്നെ ഈ മീൻസ് ഒരു വേണ്ട 10 കൊല്ലം പിടിച്ചോ, എന്റെ നോട്ടത്തിൽ ഒരു 5 times കൂടാനുള്ള ചാൻസ് വളരെ. വില കൂടും. യെസ്. പിന്നെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, പ്രോപ്പർട്ടിക്ക് അവർ തന്നേക്കുന്നത് 100 കൊല്ലം ഗ്യാരണ്ടി.
ഇതിന്റെ ബിൽഡർ. ഈ ഇതിന്റെ ബിൽഡിംഗ് റെസ്റ്റോറന്റിന്റെ ബിൽഡിംഗ് അതെ, ഇത് ഫെറോക്രീറ്റ് എന്ന് പറയുന്ന ടെക്നോളജിയാണ്. ഇത് അത്രയും ഈട് നിൽക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും ലാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അത്രയും കൂടുതൽ കാലം ഇത് നിലനിൽക്കുന്ന പറയണം. എന്ത് പറയുന്നു മേത്തർ? നമുക്ക് പാർക്കാം മുന്തിരി തോപ്പുകൾ എന്ന് കേട്ടിട്ടുണ്ട്. ഈ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പ് എന്ന് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാനൊരു 15 വർഷങ്ങൾക്ക് മുമ്പ് നിഷാദുമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമാണ്. അപ്പോൾ അദ്ദേഹം വന്ന ആ സമയത്ത് കൊടുങ്ങല്ലൂർ ഒരു ഹോട്ടൽ സിൽവർ സ്പൂൺ ഹോട്ടലായിരുന്നു. പിന്നെ തൃശ്ശൂർ ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ 2 ഹോട്ടലിലും ഫാമിലിയൊക്കെ ആയിട്ട് പോയി ഭക്ഷണം കഴിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. ഞാൻ ആ സമയത്തൊക്കെ അവിടെ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ നിഷാദ് അവിടെ ഉണ്ട്. സുഹൃത്താണെങ്കിൽ തന്നെയും നിഷാദ് അവിടെ ഉണ്ടാവും. നിഷാദ് അവിടെയുള്ള സ്റ്റാഫുകളുടെ അടുത്തും വെയിറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ ഉള്ള ഒരു പെരുമാറ്റം ഞാൻ അന്ന് മുതൽ വാച്ച് ചെയ്യുന്നൊരു കാര്യമാണത്. പ്രത്യേകം ആ ഒരു ഹോട്ടലുമായിട്ട് അത്രയധികം അലിഞ്ഞു ചേർന്നൊരു വ്യക്തിയാണ് നിഷാദ്. അപ്പോൾ അത്ഭുതമില്ല, ഇങ്ങനെ ഒരു സംഭവം വന്നതിൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാർക്കാൻ ചന്ദനത്തോപ്പല്ല, അതിലപ്പുറം നിഷാദ് കൊണ്ടുവരാൻ പറ്റിയ ബുദ്ധിയുള്ള ഒരാളാണ്. പെരുമാറ്റം അതേപോലെയുള്ള ഒരു വ്യക്തിയാണ്, ചിന്തിക്കാൻ പറ്റിയൊരു വ്യക്തിയാണെന്ന് എനിക്ക് അന്നേ അറിയാം. പക്ഷേ ഇത് ഇവിടെ വന്നിപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വല്ലാത്തൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനും ചിന്തിക്കുകയാണ്, ഈ പ്രായം കുറയുമെന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പം ഞാനും ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ അവിടുന്ന് വിട്ടിട്ട് സാറേ നേരെ ഇവിടെ വന്ന് താമസിച്ചാലോ, കുടുംബമൊക്കെ ആയിട്ട് സുഖമായിട്ട് ഒരെണ്ണത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് താമസിക്കാമെന്നൊക്കെ ഇവിടെ വന്നപ്പോൾ തോന്നുകയാണ്. ഭയങ്കര തണുപ്പ്, AC-ലിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ വന്നപ്പോൾ തോന്നുന്നത്. എന്തായാലും നല്ലൊരു കൺസെപ്റ്റായി, ഇത് വിജയിച്ചു കഴിഞ്ഞു. ഇനി ലോകത്തിൽ പേര് വരാൻ പോവാണ്. ഇതിനകം കുറേ അവാർഡുകളാണ് തേടി വന്നത്. ഏതൊക്കെ അവാർഡുകളാണ് ഇപ്പൊ അടുത്ത കാലത്ത് കിട്ടിയിട്ടുള്ളത്? ഇപ്പോ ലേറ്റസ്റ്റ് കിട്ടിയത് നമ്മളെ മുഖ്യമന്ത്രി കയ്യിൽ നിന്ന് അബുദാബിയിൽ വെച്ച ചടങ്ങിൽ വെച്ചിട്ടായിരുന്നു. ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന് പിന്നെ മമ്മൂട്ടിയുടെ പ്രസൻസിലാണ് കിട്ടിയത്. അതുകൂടാണ്ട് അതിന് മുമ്പത്തെ തവണ ദുബായിൽ വെച്ചിട്ട് മമ്മൂക്കയുടെ ഉണ്ടായിരുന്നു. അത് മിഡിൽ ഈസ്റ്റ് ബെസ്റ്റ് പ്രൊജക്ട് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി നിർമ്മല മറ്റേ ഫിനാൻസ് മിനിസ്റ്റർ കയ്യിൽ നിന്ന് ജനുവരി 8 ഡൽഹി വെച്ച് നമ്മൾ പ്രോഗ്രാമിൽ അടുത്തൊരു അവാർഡ് കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് അവാർഡുകൾ വേറെ ഉണ്ട്. അമ്മയുടെ മറ്റേ ഫിലിം അവിടെ നിന്ന് അങ്ങനെ ഒരുപാട് അവാർഡുകൾ കിട്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടത് ഇന്നോവേഷനാണ്. എല്ലാവരും ചെയ്യണ പോലെ ചെയ്തിട്ട് കാര്യം വ്യത്യസ്തത കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ഓൾറെഡി കേരളത്തിൻ്റെ അവസ്ഥ റിയൽ എസ്റ്റേറ്റ് ഡൗണാണ്. കൃഷിക്കാരെ സംബന്ധിച്ച് ഒരു രക്ഷയില്ല. ടൂറിസം മറ്റു പല പ്രശ്നങ്ങളെ കൊണ്ട് ഡൗൺ ആയി കിടക്കണം. അപ്പം ഞങ്ങളത് മൂന്നിനെയും കൂടെ ബ്ലെൻഡ് ചെയ്തപ്പോൾ അതൊരു വലിയൊരു ഇന്നോവേഷനായിട്ട് മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ ഗുണം കിട്ടിയെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്കെല്ലാം സിമ്പിളായിട്ട് ഒന്നിനായിട്ട് അവർക്ക് അഷ്യൂർഡ് ഇൻകം ആവുകയും ചെയ്തു. തന്ന പൈസക്കുള്ള ആധാരം കൈ കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യല് 90 ഇൻവെസ്റ്റ് ചെയ്ത് ആധാരം അങ്ങോട്ട് പിടിച്ചോ, ബാക്കി എന്ത് കിട്ടിയാലും പ്രോഫിറ്റ്. ഇനി ഒന്നും കിട്ടിയില്ലേ എന്നെ വിളിക്കണ്ട. കാരണം എന്താ, ഇവിടെ ഓൾറെഡി ഇവിടെ പ്രൊജക്റ്റ് ഇവിടെ കയ്യിലുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഒഴിവാവുന്നല്ല പറഞ്ഞത്, ആദ്യം തന്ന പൈസക്കുള്ള സാധനം കൊടുത്തിട്ട് എന്നിട്ട് ബാക്കിയിലേക്ക് മാറുന്നുള്ളൂ. എന്നും പുതുമകളുടെ പിന്നിപ്പാണ് മുജീബ് റഹ്മാൻ. എന്താണ് ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നത്? ഇത് സാറേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയില്ല. കാരണം എല്ലാവരും ബിസിനസ് അതുപോലെ പണം ഉണ്ടാക്കുക എന്നുള്ളതിന് പുറകിൽ ഓടുമ്പോൾ നിഷാദ് ഖായുടെ ഈ ഒരു ചിന്ത എല്ലാ മാനവരാശിനെയും ഞെട്ടിക്കുന്ന രീതിയിൽ, അതായത് ഇന്ന് ഇപ്പോൾ ആൾ പറഞ്ഞ ചില വാക്കുകൾ ആദ്യം പറഞ്ഞില്ലേ, പഞ്ചഭൂതങ്ങൾ, ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഭരണ സംവിധാനം പോലും നീങ്ങണില്ല. കാരണം ഇവിടെ മാറി മാറി വരുന്ന പല രാഷ്ട്രീയക്കാർ അവരുടേതായ കാര്യസാധനത്തിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഇന്നൊരു മനുഷ്യൻ്റെ ഒരു ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചിന്തിച്ച് അതിന് ഈ പറയുന്ന പോലെ, കാരണം ഈ ചന്ദനം എന്ന് ഒരു ഗവൺമെൻറ്റിൻ്റെ അസറ്റായിട്ട് നിൽക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണ്. അപ്പം അതിനെ ജനങ്ങളിലേക്ക് അതിൻ്റെ ഗുണം എത്തിക്കാവുന്ന രീതിയിൽ ഇത് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല ചിന്ത തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ശ്വാസം, ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ്, തുടക്കത്തിലൊരു കാര്യം പറഞ്ഞു, ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ വേറെ ഒരു 15 ഏക്കർ ഒരു ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്, അപ്പം അത് ഓർഗാനിക്, അതായത് വിഷങ്ങളില്ലാതെ കഴിക്കാൻ പറ്റുന്നൊരു സംവിധാനം. അത് നല്ലൊരു ചിന്തയാണ്. അത് നല്ലൊരു നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സർവീസാണ്, അതായത് ജനങ്ങൾക്ക്.
എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിലും ഭക്ഷണമില്ല. ഉദാഹരണത്തിനൊന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ കോഴിയുടെ കാര്യം പറഞ്ഞു, അവിടെ മാംസം കോഴി എന്നൊക്കെ സാറ് പറഞ്ഞു, ബ്രോയിലർ കോഴി കുത്തിച്ച് വരുന്നതാണല്ലോ. ഇപ്പം ഇന്ന് നമ്മൾ കഴിക്കുന്ന ഓരോ കോഴിമുട്ടയിലും അതിൽ കോഴിയുമില്ല മുട്ടയില്ല. കാരണം എന്താ? അത് വന്നിട്ട് സ്റ്റിറോയിഡാണ്. കാരണം തന്തയില്ലാതെ വളരുന്ന കോഴിമുട്ടയാണ് നമ്മൾ ഓരോരുത്തരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞ് മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കാതെ പ്രാബല്യത്തിൽ വരുത്തുകയെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം എന്തായാലും വളരെ നല്ലൊരു സംഭവമാണ്. ഇനി ഇതുപോലെ ഇപ്പോൾ ഈ ഉള്ള പ്രൊജക്റ്റല്ല, ഈ 1600 ഇപ്പോൾ ബാക്കി പറഞ്ഞല്ലോ, കേരളത്തിൽ 10 ലക്ഷം ഏക്കറോളം ബാക്കി വരുന്നുണ്ടെന്ന്. ആ 10 ലക്ഷത്തിലും ഈ പ്രൊജക്റ്റ് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച് പഠിച്ചവങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഫിസിക്കലി കുറച്ച് ഡൗൺ ആണെന്ന്, സൗണ്ടിന് കുഴപ്പമുണ്ടല്ലോ. അതായത് 28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക, 28,000 കുടുംബങ്ങളെ സംരക്ഷിക്കുക, 28,000 കുടുംബങ്ങൾ മാത്രം അവിടെ തുറന്നുള്ള കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വലിയ ബൃഹത് പദ്ധതി പ്ലാൻ ചെയ്യുകയും അത് ഘട്ടം ഘട്ടമായി വിജയിപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ അന്ന് ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുക, ജനുവരി മുതൽ പൈസ വരാൻ തുടങ്ങുകയാണ് ഓരോരുത്തർക്ക്. അതൊരു അത്ഭുത മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ, അസാധാരണ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ കഴിയൂ. അങ്ങനെയുള്ള അസാധാരണ കഴിവുള്ള ഒരാളാണ് നമ്മുടെ നിഷാദ് അബൂബക്കർ. താങ്കൾ പൂർണ്ണമായും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.